കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ 2 ഇൻഡോർ ഗെയിംസ് ആണ് പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, പരീക്ഷ കാലമാണ്. പുറത്തു പോയി കളിക്കുവാനും കൂട്ടുകാരുമായിട്ട് ഇടപഴകുവാനുമൊക്കെ ഒരു പരിധിവരെ വീട്ടുകാർ സമ്മതിക്കില്ല. കാരണം നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വന്നാലോ എന്ന് കരുതി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് കൂട്ടുകാരുമൊത്ത് നമ്മുടെ വീടുകളുടെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് കളിക്കാൻ പറ്റുന്ന 2 കളികൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. വരൂ, നമുക്ക് 2 ഇൻഡോർ ഗെയിംസ് പരിചയപ്പെടാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഇൻഡോർ ഗെയിമിന് വേണ്ട സാമഗ്രികളാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. A4 സൈസ് പേപ്പർ, ഒരു പെൻ, അതുപോലെ തന്നെ കുറച്ച് ബോൾസ്, നമ്മൾ പ്ലാസ്റ്റിക് ബോൾസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് റിങ്സ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം വലിപ്പമുള്ള റിങ്ങുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. എനിക്ക് ലഭ്യമായ ഒരു റിങ് ഇവിടെ ഗെയിമിനായിട്ട് എടുത്തു എന്ന് മാത്രം. ശരി, നമുക്ക് നമ്മുടെ ഗെയിം ആരംഭിക്കാം. ആദ്യം തന്നെ നമ്മുടെ ഗെയിമിന് വേണ്ട ഒരു സംഗതിയാണ് ചെയ്യേണ്ടത്. ഈ A4 സൈസ് പേപ്പർ നമ്മൾ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു 4 സ്പേസ് ഇടവിട്ടിട്ട് ഈ റിങ് നമ്മൾ അറേഞ്ച് ചെയ്യാം. 2, 3, 4 അങ്ങനെ 4 റിങ് നമ്മളോട് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളോട് ചെയ്യേണ്ടത് ഈ റിങ്ങിനകത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്മൾ ഈ റിങ്ങിനകത്ത് എഴുതുക. അപ്പോൾ ഉദാഹരണം, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നാം ഈ പേപ്പറിൻ്റെ ഈ അറ്റത്ത് സ്റ്റാർട്ട് എന്ന് എഴുതുക. സ്റ്റാർട്ടിംഗ് പോയിൻ്റാണത്. ഇത് എൻഡ് പോയിൻ്റ് ആണ് കേട്ടോ, എൻഡ് പോയിൻ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ കളിയിൽ ഒരു 10 എന്ന ഒരു വാല്യൂ, ഒരു നമ്പർ കൊടുത്തു. അതുപോലെ തൊട്ടടുത്ത് 20, അതിനുശേഷം 30, അതിനുശേഷം 40. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 10, 20, അതുപോലെ തന്നെ 30, 40 അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ഞാൻ മാത്രമാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഒരേ സമയം 2 അല്ലെങ്കിൽ അതിലധികമോ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് കളിക്കാവുന്നതാണ്. ഈ ബാസ്ക്കറ്റ് നിറയെ ബോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 10 ബോൾസ് കൊടുക്കാം, ഒരാൾക്ക് 10 ബോൾസ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൽ 10-ലധികമുണ്ട്. പക്ഷേ ഞാനിവിടെ നമുക്ക് ഒരാൾക്ക് 10 എണ്ണം എന്നുള്ള രീതിയിൽ കൊടുക്കാം. ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ആദ്യത്തെ ഒരു ബോൾ എടുത്തിട്ട് ഈ വൈറ്റിന് മുൻപായിട്ട് നമ്മുടെ കൈ വരണം. നമ്മൾ ജസ്റ്റ് ഒന്ന് എറിയാം. ഈ റൗണ്ടിനെ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ എറിയാം. അപ്പോൾ ആദ്യത്തെ മിസ്സായിപ്പോയി. നമ്മൾ ഒരു 10 ബോൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ 10 എണ്ണത്തിൽ ഇനി 9 എണ്ണേ ഉള്ളൂ. നമ്മൾ അടുത്ത ബോളും എറിഞ്ഞു, അതും മിസ്സായി. നമ്മൾ ബൗൺസ് ചെയ്തിട്ട് വേണം ഈ റിങ്ങിലേക്ക് വീഴ്ത്താനായിട്ട്. നേരെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ബോൾസ് ഇതിനകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ത്രോ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഒരു തവണയെങ്കിലും റിങ്ങിന് വെളിയിൽ ബൗൺസ് ചെയ്തിട്ട് മാത്രമേ അതിനകത്ത് കയറാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റിങ്ങിനകത്തേക്ക് വീണു. ആ റിങ്ങിൻ്റെ വാല്യൂ 10 ആണ്. ഇനി നമുക്ക് ഈ ബോള് ഇതിൽ നിന്ന് എടുക്കാം. ബാക്കി 10 എണ്ണത്തിൽ ബാക്കി വരുന്ന ബോൾസും കൂടെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ സമയം 10 എന്ന പോയിന്റ് നമുക്ക് ആരാണോ ആ ഗെയിം കൺട്രോൾ ചെയ്യുന്നത് ആൾക്ക് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം. അങ്ങനെ വീണ്ടും നമ്മുടെ ഒരു റിങ്ങിനകത്തേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പോയിന്റ് കിട്ടി. അപ്പോൾ 10 20 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആളുടെ കയ്യിലുള്ള 10 ബോൾസിൻ്റെയും ചാൻസ് കഴിഞ്ഞു. 10 ബോൾസും ത്രോ ചെയ്തിട്ട് ഈ ഫസ്റ്റ് വ്യക്തിക്ക് കിട്ടിയത് 20 പോയിന്റ് ആണ്. അതായത് 10 + 10 അങ്ങനെ 20 പോയിന്റ് ആണ് കിട്ടിയത്. ഒരു സമയം ഒരാളോ വെച്ചിട്ട് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കളിച്ചതിന് ശേഷം എല്ലാവരുടെയും 10 ബോൾ എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആർക്കോ അവരാണ് വിജയ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഡോർ ഗെയിംസ്. ഇപ്പോൾ 2 തവണയും വീണത് ഈ 10-ലായതുകൊണ്ട് 20 പോയിന്റ്. ഇനി ഒരു തവണ 20-ലോ വീണത് എങ്കിൽ 10 + 20 30 പോയിന്റ് കിട്ടിയത്. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്.
ശരി, നമുക്ക് രണ്ടാമത്തെ ഗെയിമിലേക്ക് പോകാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഇൻഡോർ ഗെയിംസിന് വേണ്ടതായ സംഗതികളാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. 1ൻ്റെയും 2ൻ്റെയും കോയിൻസ്, അതുപോലെ 5ൻ്റെ കോയിൻ, അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഒരു ഡൈസ്, നമ്മൾ തന്നെ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഡൈസ് ഉണ്ട്, അതുപോലെ ഒരു A4 സൈസ് പേപ്പർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഡോർ ഗെയിംസിന് വേണ്ടത്. ഇതിലെ ഗെയിം നമുക്ക് സമയപരിമിതിയുണ്ട്. 1 മിനിറ്റാണ് ഒരാൾക്ക് ലഭിക്കുന്ന സമയം. ഈ 1 മിനിറ്റിനുള്ളിലാണ് നാം നമ്മുടെ കളി പൂർത്തീകരിക്കേണ്ടത്. നിങ്ങളുടെ സമയം സ്റ്റാർട്ടാകുമ്പോൾ ഈ ഡൈസിൽ 1, 2, 3, 4, 5, 6 എന്ന 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഡൈസ് ഇട്ടു, മുകളിൽ നിന്നിട്ടു, 3 വന്നു. നമ്മുടെ കയ്യിലുള്ളത് 1, 2, പിന്നെ 5. ഈ നമ്പേഴ്സുള്ള കോയിനാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം, ഈ ഡൈസ് ഇടുമ്പോൾ വരുന്ന ഈ നമ്പർ, അതിൽ 1, 2 അല്ലെങ്കിൽ 5 ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ വ്യക്തിക്ക് ആ എമൗണ്ട് എടുത്ത് ഈ വൈറ്റ് പേപ്പറിൽ വയ്ക്കാം. 1 മിനിറ്റാണ് നമുക്ക് സമയം. ഈ സമയത്തിനുള്ളിൽ എത്രമാത്രം പൈസയാണോ നാം കളക്ട് ചെയ്യുന്നത്, ആ എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ആരാണോ വിജയിക്കുന്നത് അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നത്. നമുക്ക് കളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ഡൈസ് നന്നായിട്ട് കുലുക്കി ജസ്റ്റ് ഇടുന്നു. ഈ പ്ലാറ്റ്ഫോമിനകത്തേക്ക് വേണം ഡൈസ് വീഴാനായിട്ട്. 3 വന്നു, നമ്മുടെ കയ്യിൽ 3 ഇല്ല, അത് കാരണം വീണ്ടും ചാൻസ് കിട്ടാണ്. 5 വന്നിട്ടുണ്ട്. 5 വന്നപ്പോൾ നാം ഇവിടെ നിന്നൊരു കോയിൻ എടുത്തു, 5ൻ്റെ കോയിൻ എടുത്തു, അത് ഇവിടെ വെച്ചു. അങ്ങനെ 1 വീണിട്ടുണ്ട്. അപ്പോൾ നാം 1ൻ്റെ കോയിൻ എടുത്തു, വീണ്ടും ഇവിടെ വെച്ചു. 5 വീണ്ടും വന്നു. വീണ്ടും 1 വന്നു. 2 വീണു. 2 വീണ്ടും വീണു. അങ്ങനെ നമ്മുടെ സമയം കഴിയാറായി. ഇനി ഒരു 10 സെക്കൻഡും കൂടി ഉള്ളൂ. അങ്ങനെ അവസാനത്തെ നമ്മുടെ സമയത്ത് ഒരു 2 ആണ് വീണത്. അങ്ങനെ 2ൻ്റെ കോയിൻ നമ്മൾ ഇവിടെ വെച്ചു. അങ്ങനെ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അനുവദിച്ച സമയം 1 മിനിറ്റ് പൂർത്തീകരിക്കപ്പെട്ടു. ഇനി നമുക്ക് എത്ര എമൗണ്ട് കിട്ടി എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 5, 10, 12, 14, 16, 17, 18. അങ്ങനെ 18 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഈ 18 രൂപയാണ് ഈ ഇപ്പോൾ കളിച്ച ആ വ്യക്തിയുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വ്യക്തിക്ക് അടുത്ത ചാൻസ് കൊടുക്കുന്നു. അവൻ 18 രൂപയെക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ട് എങ്കിൽ, കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവനായിരിക്കും വിജയ്. ഇല്ല എങ്കിൽ നാം ആദ്യം കളിച്ച ഈ വ്യക്തിയായിരിക്കും വിജയ്. കൂട്ടുകാരെ, ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. This is me, your Tom Achan, signing off.